Films. ദൈവമേ എന്തോ ഞാൻ പറയട്ടെ ഗ്യാസ് ഇത് ഓണാക്കി വെച്ചിട്ട് എവിടെ പോയി കിടക്കുന്നത് എടേ ലില്ലിയേ ലില്ലിയേ എനിക്ക് വയ്യ ഇതെല്ലാം ഇന്ന് തീരും ലില്ലിയേ വാ എന്താ അയ്യോയാ അല്ല നീ ഗ്യാസും തുറന്നിട്ട് എവിടെ പോയിരിക്കായിരുന്നു തുണി മടക്കുമായിരുന്നു. തുണി മടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മണം വന്നിരുന്നായിരുന്നു. ഞാൻ അവിടുന്ന് ഞാൻ അറിഞ്ഞല്ലോ ഇത് കഞ്ഞിയല്ല ചോറും അല്ലാത്ത അപ്പം പരുവത്തിലായി കിടപ്പുണ്ട് എടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ട്. അമ്മ ഓഫ് ചെയ്തില്ലേ? ആ പിന്നെ ഓഫ് ആക്കാതിരിക്കാനോ? ഓഫ് ചെയ്തില്ല, പിന്നെ ഇതിന് മാത്രം പറയണ എന്തുവാ? എന്തോന്ന് പറഞ്ഞേ ഇങ്ങനെ ഇത് ഓഫ് ആക്കിട്ട് ഓൺ ആക്കിട്ട് ഞാനിത് ഓണാക്കി വെച്ചിട്ട് അവിടെ സൂയിക്കാൻ പോയതല്ല, ഞാൻ ഏട്ടന്റെ തുണിയെല്ലാം മടക്കുമായിരുന്നു. പിന്നെ എന്താണ് അമ്മ ഇത്ര ചാടണ എന്തിനാ? എന്താണ് നീ അല്ലേ ഇപ്പൊ ചാടാൻ വന്നത്? തുണി മറക്കി നിനക്ക് ഇപ്പൊ അമ്മയ്ക്ക് ഒന്ന് വന്ന് ഓഫ് ആക്കിയാൽ എന്താ കുഴപ്പം? ഞാൻ മാത്രം ഇവിടെ ജോലിയെല്ലാം ചെയ്താൽ മതിയാ? അല്ല ഞാനൊന്നും ചെയ്യുന്നില്ലേ. നീ കല്യാണത്തിന് പോണ്, കൊടകാവളയിൽ പോണ്, അമ്പലത്തിൽ പോണ്, ഇതൊക്കെ പിള്ളേരെ ഞാനല്ലേ പോവണ്ടേ? എടി ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലേ നീ പറയുന്നത്? അമ്മ ചെയ്യണോന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോ വന്ന് ചോറ് വെക്കണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും ഗ്യാസിന്റെ മണമൊക്കെ വന്ന് ഒന്ന് ഓഫ് ചെയ്യണം, അത്രല്ലേ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ ചോറും കറിയൊന്നും വെക്കുന്നില്ലേ. അമ്മയെ കൊണ്ട് ഞാൻ തോറ്റി. എന്നെ കൊണ്ട് അവള് തോറ്റ്. അവൾക്ക് കണ്ട സ്ഥലത്തൊക്കെ പോവാം. അപ്പൊ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഇവിടെ വർത്താനത്തിൽ ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഗ്യാസിന്റെ മണം വന്നു. ഞാൻ അവിടെ ഒന്ന് ഓഫാക്കി. എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്, അരി അടുപ്പിട്ട ഒന്ന് നോക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പറയണ്ടേ. ചേച്ചി ചോറ് വെക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ വെള്ളം വെക്കാനായിട്ട് ഞാൻ ഏട്ടന്റെ തുണി മടക്കാനായിട്ട് പോയി. അപ്പൊ അതിനടുത്ത് ഇത് തിളച്ച് ഗ്യാസ് ഓഫായി പോയി. അതിനാണ് അമ്മ എന്നോട് ചൂടാവുന്നത്. അമ്മയുടെ ഞാൻ പറഞ്ഞു ഇത് കാണുമ്പോ ഒന്ന് വന്ന് ഓഫാക്കി ഓഫാക്കി. അതിന് അമ്മയോട് തിരിച്ച് ചാടുവോ? നീ അവിടെ പോയി ഗ്യാസ് തുറന്നിട്ടിട്ട് പോയി ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? ആരാണെങ്കിലും വഴക്ക് പറയില്ല. അത് മനഃപൂർവ്വം ഞാൻ അറിഞ്ഞോണ്ടാണ് ചെയ്തത്. പറയണതിന് ഒരു മര്യാദ മര്യാദയോട് തന്നെ പറഞ്ഞ ചേച്ചി വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. ഇവിടെ ഒന്നാവാനോ ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ അമ്മനെ ചേച്ചിയുടെ കാര്യമൊക്കെ ചേച്ചി പോകും. ഇത് ചന്തയാണ് ചേച്ചാ. ചന്തക്കൂട്ടത്തിൽ വന്ന് ഞാൻ പെട്ടു. ചന്തയായത് ഇപ്പോഴാണ് ഇവിടെ ഒരു ചന്തയില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അമ്മേനെ വേണ്ട അതിന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വിധം മാറില്ല. മര്യാദയോട് എന്നോട് പെരുമാറും. നാണക്കേട വല്ലതും കേട്ട് കഴിഞ്ഞാൽ പറമ്പിലൊക്കെ കൊള്ളാലോ. ലാസ്റ്റ് എന്തോ പറഞ്ഞത് ഞാൻ കേട്ടില്ല. മക്കള് കേൾക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല കേട്ടോ. ജോലി വിട്ടുകൊടുക്കത്തില്ല. ഇപ്പൊ ജോലി ഞാൻ അറിയാതെ നല്ല കസവുണ്ടല്ലേ? കസവ നിന്റെ കണ്ണിൽ എന്തോന്ന് കുരുവാ? അത് കസവാണാടാ. കരമുണ്ട്. പിന്നെ അമ്മേ, ലില്ലിപ്പെണ്ണ് എന്റെ പെങ്ങളായത് കൊണ്ട് ഞാൻ പെങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നത്. അവളോട് ഇത്ര ദേഷ്യപ്പെട്ട് പറയണ്ടായിരുന്നു. എത്ര ദേഷ്യപ്പെട്ട്? പിന്നെ അവളെ മുമ്പ് ഞാൻ ഓച്ചാനി ചെയ്യിക്കണോ? അതെ ഗ്യാസ് അണയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും കിടന്ന് അവള് ചാടണോ? അത് അമ്മ പറഞ്ഞത് അത്രയും മനോവേദന ഉണ്ടായി കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ. ആക്ക് ലില്ലിപ്പെണ്ണനെ പിന്നെ വിഷമായിക്കൊണ്ടായിരിക്കുമല്ലോ. നീ ഇതുവിട്ടിട്ട് എവിടെ പോയിരുന്ന ഒരു ചോദ്യം ചോദിച്ചാണ് അവൾ ഇത്രയും അങ്ങ് കൊമ്പത്ത് കയറിയത്. നിന്റെ കാര്യം നോക്ക്, ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയേക്കാം. ഭയങ്കര മഴ. ഓ ഞാൻ മഴയ്ക്കും പൊടിങ്ങെത്തി. ഇടിമഴയും പെയ്യും മിക്കവാറും. കേട്ടോ ഞാനാണെ റെയിൻകോട്ട് എടുത്തില്ലായിരുന്നു, പെട്ടുപോയനെ. പിണക്കം. ആര്? എന്നോടോ? അല്ല, ലില്ലിപ്പെണ്ണുമായിട്ട് അടുക്കള വെച്ച് ചെറിയൊരു സൗന്ദര്യ പിണക്കം. ഓടിയൊന്ന് ചെയ്തു. അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, സിമ്പിൾ മാറ്ററല്ലേ.
കുടുംബക്കാർക്കെല്ലാം ഉള്ളതാണ് ഈ കുണ്ടക്കറു. എൻ്റെ കുടുംബം മൊത്തം കുണ്ടക്കറുകാരാണ്. നിങ്ങളുടെ കൊടുങ്ങാവളയിലൊന്നും ഇല്ലേ? കൊടുങ്ങാവളയിൽ നിന്ന് വന്നാണ് ഇവിടെ ഇത്രയും നാശമായത്. എല്ലാം കൂടെ കയറി വന്നിട്ട്. എന്തോ പൊന്നെ, പെണ്ണായി പറഞ്ഞ ഒരു ചെയ്യുന്ന കാര്യങ്ങളാണ് അവളവിടെ ചെയ്യുന്നത്. നേരെ വന്ന് മണിയറോട്ട് കയറി ഒരു ഒറ്റ കിടത്തം. പാവം എൻ്റെ ചെറുക്കൻ അടുക്കളയിൽ കയറുന്ന എന്തൊക്കെയാ പണിയെടുക്കുന്നു. എൻ്റെ പൊന്നേ, എനിക്കത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്ന സമയത്ത് മച്ചമ്മയ്ക്ക് അടുക്കള കയറി എന്തായാലും കൈ സഹായം ചെയ്ത് കൊടുത്തുകൂടായിരുന്നു. അടാ, അല്ലെങ്കിൽ നീ അങ്ങനെ പറയൂ. എടാ, ഈ വയസ്സുകാലത്ത് ഞാൻ ഇനി എന്തോ ചെയ്യാനാടാ? സാധാരണ എല്ലാ സ്ഥലത്തും അമ്മായിയമ്മമാരെ മരുമക്കളാ പേടിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. അല്ല, രത്നയ്ക്ക് വേറൊരു മുഖം കൂടെ ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ആ മുഖം എടുത്ത് അവിടെ പോരടിച്ചിട്ടേ ഇങ്ങോട്ട് വന്ന ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇല്ല ഏട്ടത്തി, അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കാരും സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. എടാ, അവള് നിന്നെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, ജോലിയില്ല, അതുകൊണ്ട് നിന്നെ മാനേജരാക്കത്തില്ല എന്ന് അറിയാമോ? തേനൊലിപ്പ അങ്ങനെ പറയുന്നോളൂ. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നതേ മഹാഭാഗ്യം. ഞാൻ ഉള്ള പറയാലോ, എന്റെ മുമ്പിൽ നിൽക്കുന്ന പച്ചപ്പടക്കനെ ഈ തങ്കം ചേട്ടയുടെ അത്രയും ഹൃദയവിശാലത എന്തായാലും ലില്ലിപ്പണ്ണില്ല. സത്യ ഞാൻ ഉള്ള ഒരാളുടെ മുഖത്ത് ഉള്ള കാര്യം പറയത്തുള്ളൂ. തങ്കം ചേട്ടത്തി അത് തന്നെ നിന്റെ ആ സ്വഭാവം എനിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് ലില്ലി പറഞ്ഞ കാര്യം ശരിയാ. ഒരു സ്ഥാനത്ത് നമ്മൾ ഒരാളെ വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും പഠിപ്പും വിവരവും എല്ലാം വേണം. അതുകൊണ്ട് നീ മാനേജരാവാൻ ചിലപ്പോൾ നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവണം എന്നില്ല. യോഗ്യത നോക്കാന്നുണ്ടെങ്കിൽ മച്ചമ്പ കിടക്കുന്ന പ്രസ്ഥാനത്തിന്റെ വെളി ചെന്നാണ്ട് ഇങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ. അകത്തോട്ട് കയറാൻ ലില്ലിപ്പണ്ണ് സമ്മതിക്കത്തില്ല. ഹലോ, അത് എൻ്റെ അങ്ങള എനിക്ക് വേണ്ടി തുടങ്ങിത്തരുന്ന സ്ഥാപനം. അവിടെ ഞാൻ നിൽക്കുവോ ഇരിക്കോ തലയും കുത്തി കിടക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. അന്നേരം വന്നിട്ട് ചേച്ചി അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ MD-യുടെ കസേരയിൽ നിന്ന് ഞാനൊന്ന് അനങ്ങ പോലും ഇല്ല. അതറിയാവോ? ബിസിനസ്സുകാരി ആവുന്നതിന് മുമ്പ് മൊത്തം വാക്കുകളും വലിയ വർത്താനമൊക്കെ പഠിച്ചല്ല. അതെൻ്റെ ഉള്ളിലൊരു ബിസിനസ്സുകാരി ഉണ്ട്. അത് ഉറങ്ങി കിടക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളും പരിവട്ടങ്ങളൊക്കെ കാരണം അതവിടെ ഉറക്കിയിട്ടേക്കുമായിരുന്നു ഞാൻ. ഇപ്പൊ ദേ കനകനൊരു ഇത് വന്നു, ഞാൻ അതെടുത്ത് പുറത്തു വിട്ടിട്ടു. പുറത്തോട്ട് ചാരിയതൊക്കെ കൊള്ളാം, വല്ലവരുടെ നെഞ്ചത്തോട്ട് ഇത് കയറില്ല. എനിക്കതേ പറയാൻ. ഇത് ഇത്ര കുനിക്കാനുള്ളത് അതെ. നീയൊക്കെ കഴിച്ചു കഴിഞ്ഞോ? എനിക്കൊന്ന് ഉറങ്ങണം ഇച്ചിരി നേരം. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം നല്ലോണം. അതുപോലെ ഒന്ന് കടയിലൊന്ന് പോകണം. ഞാൻ 1-2 കട ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബിസിനസിന്റെ തലങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. തലം അതായത് ബിസിനസിന്റെ പ്രത്യേകതകൾ. ഒരു കടയിൽ ചെന്ന് അവിടെ എത്ര പേര് വരുന്നുണ്ട്, അതപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കണം. അത് കഴിയുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടി, എത്ര രൂപ നഷ്ടം വന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബിസിനസ് എന്ന് പറയാം. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ബിസിനസിന്റെ ആ ടേസ്റ്റ് ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. നിന്നെ പോലെ ഈ മെഷീനും തൂക്കിക്കൊണ്ട് അതും ചെയ്ത് ഇതും ചെയ്ത് നട്ടും ബോൾട്ടും അഴിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അമ്മക്കിനി വേണോ അമ്മ? മതി. താ ഇങ്ങോട്ട്. അമ്മ കഴിച്ചു കഴിഞ്ഞോ? ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. എനിക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെക്കാനുണ്ട്. മച്ചമ്പി ഞാൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല. എൻ്റെ ഷോക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുക. നല്ല അടിപ്പുണ്ട്. ഞാൻ ഇന്നലെ റോഡിൽ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഷോക്ക് മാറില്ലേ ബെയറിങ് കംപ്ലൈൻ്റ് ആവും. പിന്നെ വീല് വെട്ടിത്തായാൻ തുടങ്ങും. എങ്ങനെയായാലും പിന്നെ 10-2000 രൂപയാവും. ഇപ്പോൾ 100 കൊടുത്ത ഷോക്കങ്ങ് റെഡിയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് സാധനം എടുത്തോണ്ട് മാറാം. അച്ഛൻ പൈസ എനിക്ക് എന്നാൽ മതി. കേട്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? വണ്ടിയുടെ എല്ലിച്ച അച്ഛൻ ചായ. അമ്മ ചായ. എനിക്ക് ചായ വേണ്ട, ഞാൻ ചായ കൂടി നിർത്തി. ചേച്ചൻ കുടിച്ചു. അങ്ങനെ കുടിച്ചോളാം.
ഏ എന്താ പ്രശ്നം എന്താ? അയ്യോ, എന്താണ് പ്രശ്നം? അച്ചിക്കോന്തൻ അച്ചിയുടെ വാക്കും കേട്ടോണ്ട് എന്നോട് ചോദിക്കാൻ വന്നിരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലേ അവന്. പോവുക മകളുടെ അടുത്തോട്ട്. ഇനി ഇത് എന്ന് മകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മകള് തിരിച്ച് കുറേ പറഞ്ഞു കൊടുക്കും നുണ പറയാൻ വേണ്ടിട്ട്. പറയും. അടി അവളെ വാക്കും കേട്ടും കൊണ്ട് അവൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നിരിക്കുന്നു. അവളെ മുമ്പിൽ വെച്ചുകൊണ്ട് എടാ എനിക്കും എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ ഞാൻ എൻ്റെ ദേഷ്യം നിയന്ത്രിച്ചത്. അമ്മ എന്തായാലും ഒന്നും പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത് നന്നായി. നാണയില്ലാത്തവൻ ഭാര്യയുടെ വാക്കും കേട്ടിട്ട് അമ്മേനെ ചോദ്യം ചെയ്യാൻ നടക്കും. നമുക്ക് എന്നെ അറിഞ്ഞൂടാ. ദേ അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാനിവിടെ ഇരിക്കുക. ഞാൻ ചോദിക്കുമല്ലോ. എനിക്കെന്താ, അമ്മയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അവൻ അന്നേരം എന്ത് ചെയ്യും? ഓ വലിയ പോലീസുകാരനും ഭാര്യയും വന്നേക്കുന്നു. ഭാര്യ തെറ്റ് ചെയ്താലും അമ്മേനെ ചോദ്യം ചെയ്യുന്നു. ഇതെവിടത്തെ ന്യായം ഇത്? അമ്മ ഇനി മിണ്ടാനേ പോണ്ട, ഇങ്ങോട്ട് വരട്ടെ, മിണ്ടി വരട്ടെ. ആ അമ്മേനോട് ക്ഷമ പറയട്ടെ. ആഹാ, അവളെ അമ്മ മരുമോളെ പോലെയാണോ അവൾ കാണുന്നത്? ആണോ? അമ്മ വിഷമിക്കണ്ട, അമ്മ വിഷമിക്കണ്ട. വേറെ ഏത് കുടുംബത്തുണ്ട് ഇത്രയും സന്തോഷവും സമാധാനവും? എന്നിട്ടാണ് അമ്മേനെ ചോദ്യം ചെയ്യുന്നത്. എന്തുമാത്രം സഹിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനൊക്കെ ഒന്നും വേണ്ട. അവക്ക് ഡാൻസ് എന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയാ പോരെ? അമ്മ ആ കുടുംബം നോക്കൂലേ? എനിക്കുണ്ടോ അങ്ങനെ ഒരാള്? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില. ഞാൻ മേഡം സംസാരിക്കുന്ന നീ എന്നോട് ഒന്നും സംസാരിക്കണ്ട. എനിക്ക് നിന്റെ കൂടെ ഒന്നും പറയാനും ഇല്ല. ഇനി ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തുമില്ല. മാറങ്ങോട്ട്. അമ്മയ്ക്ക് എന്ത് പറ്റിയാടേ? അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് മനസ്സിലായില്ലാത്തതാണോ അതോ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ നീ? കുറച്ചും കൂടി ചോദ്യം ചെയ്യണം അമ്മേനെ. അത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യും. കാരണം അമ്മ നമ്മൾ ഇത്ര നാളും പെറ്റു വളർത്തിയതാണല്ലോ. അപ്പൊ ചോദ്യം ചെയ്യണം. എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയടി? അമ്മയ്ക്ക് കുന്തം. അമ്മയ്ക്ക് എന്ത് പറ്റിയാലും നീ അന്വേഷിക്കണ്ട. എന്റെ അമ്മേനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരെ അനുവദിക്കൂല. അങ്ങനെ അമ്മ ആരുടെ മുമ്പിൽ നാണം കെട്ട കാര്യവും ഇല്ല. ഭാര്യനെ കൊണ്ട് അമ്മേനെ ചോദ്യം ചെയ്യിപ്പിക്കാൻ നടക്കും. എന്തറിഞ്ഞിട്ടാണ്? നീയും അവളും കൂടെ ഓരോ ഊഹാഭോഗം വെച്ചിട്ടേ അമ്മ എരിയേറ്റ് കൊടുത്തത്. ഇനി നീ വല്ലതും ഉണ്ടാക്കിയോണ്ടല്ലേ പറഞ്ഞ സമാധാനിപ്പിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ല അമ്മയുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. നീ ഇനിയുണ്ടല്ലേ? എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. എനിക്ക് ഒരാളെയും പേടിയില്ല. എന്തറിഞ്ഞിട്ടേ കിടന്ന് ചാടുന്നത്? എന്ത്? ഞാനാ മച്ചമ്മയുടെ തമ്മിലത്തെ കാര്യം പറഞ്ഞു കൊടുത്ത്. ഓ മഹാനുഭാവൻ വന്നു, പെങ്ങളെ പൊതിയാൻ വേണ്ടി വന്നു. അല്ലെന്ന് ഞാൻ പറഞ്ഞ. ഞാനും ചോറുണ്ടാ ജീവിക്കുന്നത്. എനിക്കറിയാം എന്താ സത്യം എന്നുള്ളത് കേട്ടോ. നീ ഒരുപാട് കുറ്റം അങ്ങ് ഏറ്റ് തലയിൽ വെക്കില്ല. നിനക്ക് അല്ലെങ്കിലേ കുറെ ഭാരമുണ്ട്. ഓ പെങ്ങളെ ഉടനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു. മിണ്ടരുത് റൊണാൾഡേ. എനിക്ക് ആരുടെ വാക്ക് കേൾക്കണ്ട. എനിക്ക് എന്റെ അമ്മ പറയുന്നത് കാര്യം തന്നെയാ. കസേര അറിയാൻ വന്നേക്കുന്ന ഒരുത്തെ ഇവിടെ മേടിച്ചിട്ടേക്ക് പോണല്ലോ കസേര. ഞാൻ നോക്കിയേ, ഭയങ്കര കഷ്ടമാണ് നിങ്ങൾ കനകമച്ചമൂടി കാണിക്കുന്ന കേട്ടോ. നിങ്ങൾ ആരും അദ്ദേഹത്തിനോട് മിണ്ടുന്നില്ല. ഇതിപ്പോ എത്ര ദിവസമായി? ഒന്ന് ആലോചിച്ച് നോക്കൂല. അങ്ങനെ ഒഴിവാക്കുന്നത് ശരിയാണ്. എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായി. അതെ, ഇക്കാര്യം പുന്നാര പെങ്ങളോടും സ്നേഹമുള്ള അമ്മയോടും പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ അമ്മ തെറിയല്ലാത്തതെല്ലാം പറഞ്ഞു. തങ്കഞ്ചേട്ടത്തിക്കാണെങ്കിൽ ഡിമാൻഡ്, കനകമച്ചമ്മി മിണ്ടിയാ മാത്രമേ തങ്കഞ്ചേട്ടത്തി മിണ്ടത്തുള്ളൂ. നല്ല കാര്യം അതാണ്. ലില്ലിപ്പണ്ണ അങ്ങനെ പറയരുത്. നോക്കി, അവരുടെ കൂട്ടല്ല, ലില്ലിച്ച കനകമച്ചമ്മയുടെ ഭാര്യയാണ്. പിണങ്ങിയ ഒരു രാത്രിക്കപ്പുറം മിണ്ടായിരിക്കാൻ പാടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റൊണാൾഡോ ചേച്ചനും റോസ് ചേച്ചിയും കൂടെ വഴക്കടിക്കുമ്പോഴത്തേക്ക് ആരാ ആദ്യമാണ് അതിവിടെ പറയേണ്ട കാര്യം? പറയണം, പറ. അതോ അവള്
ഏ? അല്ലെങ്കിൽ ഞാൻ സത്യം ഞാൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ഡിമാൻഡ് ഞാൻ പറയാം. ഏട്ടൻ വന്ന് ആദ്യം എന്നോട് മിണ്ടട്ടെ. ലില്ലിപ്പെണ്ണ് അതെന്തൊരു വർത്തമാനം? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. ഞാനൊരു സാധാരണ ഊള മെക്കാനിക്ക്, അതേപോലാണോ കനമച്ചമ്പ ഒരു പോലീസ് ഓഫീസർ, ഗൗരവക്കാരൻ, മുൻകോവക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള ആള്. ആ ഗൗരവക്കാരന്റെ ഭാര്യ ഞാൻ. ഇവിടെ ഏട്ടന് കൊമ്പൊന്നുമില്ലല്ലോ. ഏട്ടൻ വന്ന് എന്നോട് മിണ്ട. ഈ കാര്യം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോ ചേച്ചി എന്താ പറഞ്ഞത്? കനമച്ചമ്പ ഇന്ത്യയിലെ വേണ്ടത് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് വാശിയില്ലേ? ഞാനൊരു പെണ്ണല്ലേ? അപ്പൊ ഏട്ടൻ വന്ന് എന്നോട് മിണ്ടട്ടെ. നമ്മള് കുറഞ്ഞാൾക്കാർ സ്നേഹത്തിന് മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് പല പ്രാവശ്യം തോറ്റു കൊടുത്തിട്ടുണ്ട് ചേച്ചാ. ഇനി അത് പറ്റത്തില്ല കേട്ടല്ലോ. എന്നാലും ഇല്ല. ഇതുപോലെ എന്റെ അടുത്ത് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ചെന്ന് അവിടെ ചെന്ന് പറ. ലില്ലിപ്പനോട് പോയി മിണ്ടാൻ പറ. ചെല്ലി പോയി പറ. ഇത് പറ്റത്തില്ലല്ലേ? എന്റെ ലില്ലിപ്പണ്ണ് ഇങ്ങനൊന്നും അല്ല. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവരെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ആക്കും. എന്തൊരു പാവമായിരുന്നു ഞാൻ. മിണ്ടത്തില്ല. എന്നോട് മിണ്ടണമെന്നുള്ളത് ഇങ്ങോട്ട് വരട്ടോ. തകരടുത്തി ഒരു സന്തോഷ വാർത്ത. എന്താടാ? കനമച്ചപ്പയ്ക്ക് മലപ്പുറത്തോട് ട്രാൻസ്ഫർ ആയെന്ന്. എന്ത് ട്രാൻസ്ഫർ? ആന്നേ, ഞാൻ പണി കഴിഞ്ഞ വരുമ്പോൾ സുരേഷ് സാറിനെ റോഡി വെച്ചിട്ടുണ്ട്. സുരേഷ് സാറാ പറഞ്ഞത് അച്ഛമ്മ എന്നെ എന്താ ആവശ്യമായിട്ടാ കണ്ട് നിൽക്കാന്ന് പറയുന്നിട്ട്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. അത് വല്ല സ്പെഷ്യൽ ഡ്യൂട്ടി വല്ലായിരിക്കും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്യൂട്ടി ആവത്തില്ല. അതൊക്കെ പറയാനുള്ള സാമാന്യ വിദ്യാഭ്യാസം എനിക്കുണ്ട്. സ്ഥലമാറ്റമായി മലപ്പുറത്തായി ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. ഇവിടെ ഈ ആൾക്കാരൊക്കെ കിടക്കുമ്പോ മലപ്പുറത്തോട്ട് പോയാൽ എന്ത് ചെയ്യും? എനിക്ക് പിന്നെ ജോലി രാജിവെച്ച ആൾക്കാരോട് ഇവിടേക്ക് ഇവിടെ നിന്നേച്ചാലും പട്ട എല്ലാവരുടെ സമാധാനം കൊടുക്കുമല്ലോ. എത്ര എന്താ എന്താ കുറവ് ഒന്നും അറിയത്തില്ല. അതെ, മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യങ്ങൾ പോലെ ഇന്നേ. അപ്പൊ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് പിണക്കമെല്ലാം മാറി രണ്ടുപേരുടെ അമ്മയും മരുമകളോടെ സങ്കടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ഒതുങ്ങുമായിരിക്കും. പക്ഷെ അന്യായത്തിലോട്ട് തങ്കം ഒരിക്കലും ചേരൂല. അവനെവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല. അത്രയുണ്ട്, അത്രയുണ്ട്. ഒന്നേ ആര് പറഞ്ഞതാ പറഞ്ഞേ? സുരേഷ് സാറ് അറിയോ? പച്ചമട്ടോടെ ജോലി ചെയ്യുന്ന ആള്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു പോയി. DGPയുടെ നമ്പരോടെ വിളിച്ചു നോക്കിയേ. പറയുന്നതിൽ ഒരുമാതിരി പൊട്ടരാക്കാൻ നിൽക്കും. കഴിക്കാൻ എന്തെങ്കിലും എത്ര ഈ ഉള്ളി എരിയുമ്പോൾ കണ്ണ് കറയാതിരിക്കാൻ ഒരു ശകലം പീസെടുത്ത് അതിൻ്റെ തുമ്പത്തിങ്ങനെ വെച്ചാൽ മതി. ഇത് പുള്ളി അറിഞ്ഞിട്ടാണ് ഇത് കണ്ണിന്ന് വെള്ളം വരുന്നത്. പിന്നെ എന്തിനാ കറിയുന്നത്? എന്തിനാ കറിയണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? ഇല്ല. എന്റെ ആങ്ങളെ പോവാൻ പോവല്ലേ? എന്നിട്ട് നേരത്തെ അതെല്ലാം പറഞ്ഞ ആരും എവിടെ പോയാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചാൻസ് രാണ്ടോട് കൂടെ എന്നിട്ട് അതങ്ങനെയൊക്കെ ഞാൻ പറയും. എന്റെ ആങ്ങളെ പോയി പോട്ടെ. ഞാൻ പറയുന്നത് അങ്ങേര് മലപ്പുറത്തോ ഡൽഹിയിലോ അങ്ങ് വല്ല പാകിസ്ഥാനിലോ പോയി ജോലി ചെയ്യണം സ്വസ്ഥമായിട്ട്. ആ മാസം പൈസ അയച്ചു കൊടുത്താൽ മതിയല്ലോ. സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമല്ലോ. അവനെന്താ സമാധാനക്കുറവ്? അവന് ജീവനും സ്നേഹിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളത്. ഈ ജീവനമില്ല സ്നേഹിക്കുന്ന ആൾക്കാർ എത്ര ദിവസമായി ആ ഭാഗത്തോട് മിണ്ടിയിട്ട്? അവൻ എന്നോടൊന്നും വന്ന് മിണ്ടാൻ പാടില്ല. അവൻ മിണ്ടണ നോക്കിയാൽ എത്ര നേരെ നിൽക്കണേന്ന് അറിയാം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് പോയി മെച്ചപ്പെടുത്തൊന്നും മിണ്ടാൻ പറ്റത്തില്ലേ? നിങ്ങളിവിടെ വെറുതെ ഇരിക്കില്ല, അങ്ങനെ ജോലിക്ക് വന്നില്ലേ? അത് പറ്റൂലേ? ഭാര്യ മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. രക്ഷപ്പെടട്ടെ, ഞാനിവിടെ പോവാം. അവിടെ പോയി മലപ്പുറത്ത് നല്ല വെറൈറ്റി ഫുഡൊക്കെ കിട്ടും. വർക്ക്ഷോപ്പ് പണി ചെയ്ത് മതി മതി. അവൻ എങ്ങോട്ടും പോവില്ല. സർക്കാർ ഓർഡർ നിരോധിക്കും. നിങ്ങൾ ആര് കഴിക്കാൻ വല്ലതും ഉണ്ടോ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് കഴിക്കാനൊന്നുമില്ല, പൊക്കോ. ചിലപ്പോ ഉടനെ പോണ്ടി വരുമായിരിക്കും അല്ലേ അമ്മ? ഓർഡറൊക്കെ ആയി ഉടനെ പോണ്ടി വരുമായിരിക്കും അല്ലേ? ശരിക്കും അറിഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മളൊന്നും തീരുമാനിക്കാറായില്ലല്ലോ. എന്തുവാണെന്ന് നിയമം വരട്ട് വന്ന് ചോദിച്ചിട്ടറിയാം. സാരമില്ല, മലപ്പുറത്തല്ലേ എന്നാലും ഒരു വിഷമം. അറിഞ്ഞു പോകുമോ? പിന്നെ പോകണ്ടേ? സർക്കാർ ഇട്ട ഓർഡർ അല്ലേ? അവിടെ പോയി എന്തായാലും ജോയിൻ ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പറ്റും. അച്ചാച്ചനൊന്നും മിണ്ടാതിരിക്കാവോ? കുറെ സമയമായി തുടങ്ങിയിട്ട്. ഇല്ലിപ്പള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്ക്.
സർക്കാർ ജോലിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്റെ പൊന്നട, എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാതെ നീ ഒന്ന് അടങ്ങേരി. പിള്ളേരൊന്ന് സമാധാനപ്പെടട്ട്. അമ്മ ഇവിടെ പൂജപ്പുര തന്നെ എത്ര വർഷമായി. സർക്കാർ ജോലി കിട്ടണേന്ന് പ്രാർത്ഥിക്കുന്നവർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാധനത്തിനോട് ഉൾക്കൊള്ളണം. എവിടെ പോയാലും ഞാൻ കൂടെ പോവും. അപ്പൊ ഞാനോ? ചേച്ചി നമ്മളെല്ലാരും കൂടെ എല്ലാരും കൂടെ എന്തിനാ പോകുന്നത്? കൊച്ചുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകാനാ? നമ്മളെല്ലാരും പോവും. ദൈവമേ, അതെന്ത് പാടാ. അവിടെ ഒരു വീട് എടുത്താൽ മതിയല്ലോ. ആദ്യം പോയി ജോലി ചെയ്യട്ടെ, ക്വാർട്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് പിന്നല്ലേ ഇങ്ങനെ കരഞ്ഞ് കണ്ടു വരുന്ന അച്ചമ്പി. എന്തായിട്ട് എന്നെ വിളിച്ച് പറയാഞ്ഞത്? മഴക്കാണെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറയാതിരിക്കട്ടെ. മക്കളെ, നീ പോവാൻ തീരുമാനിച്ച? എവിടെ പോയാലും ഇതേപോലെ ഒരു വലിയ വീട് നീ വാടകയ്ക്ക് എടുത്തേക്ക്. നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. എങ്ങനെയാണെങ്കിലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റൂല. ഏട്ടാ സ്ഥലം മാറ്റം കേട്ടിട്ട് പറയാഞ്ഞത്. ആരുടെ സ്ഥലം മാറ്റം? നോളണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞു നിന്റെ സ്ഥലം മാറ്റം. ഇത് ആര് പറഞ്ഞത്? സുരേഷേട്ടൻ പറഞ്ഞല്ലോ. ആരെടുത്ത് പറഞ്ഞു? റൊണാൾഡോ ചേച്ചനോട്. പോണ്ടടാ, ഞാൻ വരും എവിടെ പോയാലും കേട്ടോ. ഞാനും വരും. വരും. അച്ചമ്പി ഒന്നും തോന്നരുത്. 3-4 ദിവസമായിട്ട് ഇവരെല്ലാവരും അച്ചമ്പിയോട് മിണ്ടായിരുന്നപ്പോൾ അച്ചമ്പിയുടെ സങ്കടം കണ്ടപ്പോഴേ ഒന്ന് മിണ്ടിപ്പിക്കാൻ വേണ്ടി ഈ വലിയ ശരീരത്തിൽ തോന്നുന്ന ചെറിയൊരു ബുദ്ധിയാ ഈ ട്രാൻസ്ഫർ. സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവർ ഒന്നിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പറ്റിപ്പോയി. അല്ല മിണ്ടിയല്ലേ നീ വന്ന് ഉപദ്രവിക്കാനല്ലേ? നീ വാ. അല്ല, ഞാൻ അത് ഇവിടെ പാടാ. ഇവരുടെ മച്ചമ്പിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടൊരു മച്ചമ്പിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യാവുന്നൊരു. അയ്യോ നീ വാ. പാവം. പേടിച്ചു പോയി മക്കളെ. അല്ല പടക്കം മാറിയില്ലല്ലോ. വിഷമിച്ചു പോയി മക്കളെ ഞങ്ങൾ. എന്തിനാ വിഷമിക്കണെങ്കിൽ ആദ്യം ഞാൻ വിളിച്ചു പറയണത്. ടെൻഷൻ അടിച്ചു. ഈ സന്തോഷത്തിനൊരു കോഴി മേടിച്ച് ബിരിയാണി വെച്ചാലോ? 1 അല്ല 2 വഴി വഴിടാ. Audience.